ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരി ഓം. നമ്മുടെ രാമായണ പാരായണം ഇന്നിവിടെ 10ാമത്തെ ദിവസമാണ്. നമ്മുടെ ഈ ഭക്തി നിർഭരവും അതീവ ഹൃദ്യവുമായ ഈ രാമായണ പാരായണ ചടങ്ങിലേക്ക് നമ്മുടെ എല്ലാ യോഗ ബന്ധുക്കളെയും ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, ശുഭസായാഹ്നം. ഇന്നിവിടെ പാരായണം നടത്തുന്ന ഭാഗം ആരണ്യകാന്ഡം തുടക്കം മുതൽ ജടായു സംഗമം വരെയാണ്. പാരായണം നടത്തുന്നത് നമ്മുടെ ബീനയക്ക, തിലകമക്ക, നവമണിയക്ക, സുധാ കുറുപ്പക്ക, ഗീതാ പിഷാരക്ക എന്നീ യോഗബന്ധുക്കളാണ്. നമ്മുടെ ഈ യോഗബന്ധുക്കൾക്ക് നമ്മുടെ സമിതിയുടെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം പറഞ്ഞു. പിന്നെ ഈ ഭാഗങ്ങൾക്ക് സാരാംശം നൽകുന്നത് നമ്മുടെ വത്സല ബാലകൃഷ്ണനക്ക. പിന്നെ ഇത് അത്യന്തം ചിട്ടയോടും ആസ്വാദ്യകരമായും ഇത് നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഗിരിജാ രാജേന്ദ്രനക്ക, സിന്ധു പ്രമോദക്ക, ഇതിന് പിൻബലം നൽകുന്ന ഗോപണ്ണൻ, പിന്നെ എപ്പോഴും പിന്നണിയില് ജാഗരൂകയായിട്ടിരിക്കുന്ന നമ്മുടെ രമാ നായറക്ക, പിന്നെ ഇതിന് സാങ്കേതിക കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിക്കുന്ന നമ്മുടെ സുനേന അക്ക, എല്ലാവർക്കും നമ്മുടെ SPYS സമിതിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരില് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ആദ്യമായി പാരായണം നടത്തുന്നത് ബീനേക്ക. ഹരി ഓം. ബീനേക്ക, ഹരി ഓം. ഹരി ഓം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ. ആരണ്യകാന്ഡം. ബാലികേ സുഖകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ. നീലനീരധനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരഞ്ജനലോചനൻ നാരായണൻ. നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ. കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ. പാലനപരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ. പാരാതെ പറയുന്നു കേട്ടു പൈങ്കിളിച്ചെന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ. പ്രാണയെ ചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവനന്തരൂപനാത്മാ. രാമൻ അധ്വനേകനവ്യഭിരാമൻ. അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമാ എത്രയും സുഖിച്ചു വാണിടിനാൻ ഒരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യുഷസ്തായ തന്നിത്യഗർവവും ചെയ്ത് നത്വതാപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ.
പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോ ഇങ്ങു നിന്നെ അയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം എത്ര മാമുനി കേട്ട് തിങ്ങീടും കൗതൂഹലം കൊണ്ടുടനരുൾ ചെയ്ത് നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നീ. താരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണ അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൊക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാർ. എന്തു ദണ്ണം മന്നവ, നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങു പോകുന്ന ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമേഘം പൂക്കാർ. ജില്ലിചം താരനാഥമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാതിമൃഗഗണാകീർണമാത പഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം. ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹി, പിന്നാലെ ഞാനും നടന്നിടുവാൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീത ദേവിയെ എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു പ്രകാരാണേ പുരുഷോത്തമൻ ധനുർധരനായി നടന്നു ശേഷം. പിന്നിട്ടാനുടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറും ഒരു പുഷ്കരണിയം കണ്ട. കൽഹാരോൽഫല കുമുദാംബുജ രക്തോൽഫല പുല്ലപുഷ്പേന്ദിര ശോഭിത മത്സ്യജലം തോയപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലെ പുനരുരിന്ന് യഥാസുഖം. നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസപ്രാരവം. വൃക്ഷം ധാരാളോജ്വലദംഷ്ട്രാന്വിത വക്രഗഹ്വരം ഘോരകാരമാരുണ്യനേത്രം. വാമാംസ സ്ഥലന്യാസ്തശൂലാഗ്രത്തിലുണ്ട് ഭീമശാർദൂല സിംഹമഹിഷവാരഹതി. മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലറി വന്നിടിനാനതു നേരം. ഉത്താനം ചെയ്തു ബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ. കണ്ടോ, നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു രഘുത്തരം. സന്നാഹത്തോട് കൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരൻ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠരതരം അവൻ ഒട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ. സൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം
പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൾ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതുണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടു മുൽക്കരുൾ തേറ്റുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാറ്റിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടോ തൽക്ഷണമരുൾ ചെയ്ത നിക്ഷാകൂ കുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെനിക്കു പേരെന്നുടെ പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണെന്നു നാമമിവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ. രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ, ശക്തനാം വിരാതനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ യാററിയാതെയുള്ളതെത്രയും മൂടൻ ഭവാൻ എന്നിഹാ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ ലങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടി എങ്ങാനും ഓടിപ്പോവിനല്ലായികിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടിക്കിടുവേൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്തരമടുത്തതോ കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി. സത്വരം നക്ഷത്രം ചരനടുത്താനതു നേരമസ്ത്രങ്ങൾ കൊണ്ടു ഗണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബന്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനിതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്ത കൗതുകത്തോടു ഉണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തി ഹാരിണം ഗൃണാകരം രാഗേന്ദു മുഖം ഭവഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിന്ദീവരദള ശ്യാമമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത പദം. സുന്ദരം സുകുമാരം സുഹൃതി ജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം. വന്നിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. വിരാതകൃത ഭഗവത്സവം. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർത്തു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. അന്തതാമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേന, മുത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചാടാഴ്ത്ത വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും.
മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല. എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈകൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനോ ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പൂക്കാർ. സാക്ഷാലീശ്വരനെ മാം ശേഷണങ്ങളെ കൊണ്ടും വീക്ഷതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാദിത്യം ചെയ്തു ആനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനു മരുൾ ചെയ്തു. ഞാനെ അനേകം നാളുണ്ടോ പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമാനതിനാശയാലേ. ആജ്ഞവ ബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യം. ഇന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നിടന്നെ നദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്ങളാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിരുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദല ശ്യാമളം അംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപാദം പ്രാപിച്ചിടിനാൻ തപോധന ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിരിനാർ. പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രനാഥാപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃദ്ധാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു. ചണ്ഡദീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവീതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് അഭോഗ ആനന്ദ വിവശന്മാരായി അരുൾ ചെയ്തോർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നുഗോത്തമം തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദദാവർത്തിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായിരു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാവുന്നതോ ശേഷനും സീതാദേവി ലക്ഷ്മിയാവുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളല്ല അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം. നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരാരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോട്ടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്നിത്രയും ഉണ്ടാൻ അഹോ. തദ്വാക്യം കേട്ടു ചെന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രാക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമാ ഇദ്ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുതാവൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു.
നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുല ഒട്ടൊഴിയാതെ കൊന്നു ആക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനായ വനവാസികളാൽ. തത്രൈവ മുനിസത്താശ്രമങ്ങളിൽ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗാനന്ദേ വസിച്ചു കഴിഞ്ഞിതു. വത്സരം 13 മക്കാലവും കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയപൂർണം, സർവത്ര ഗുണസമ്പന്നൻ മനുഭവം, സർവകാലാനന്ദ ന്യായോ മത്യത്ഭുതം, സർവപാദഫലദാകുല അസങ്കുല സ്ഥലം, സർവസൽ പക്ഷി മൃഗഭുഞ്ചംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിട്ടെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപസനരഥൻ മുനി, സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാർ പാദ്യാദികളാൽ, ഭക്തിപൂണ്ട അശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സരനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമ മന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ, മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ധ്യമാം പാദമല്ലോ നിന്മാഹയാർണവം കടപ്പാനൊരു ബോധം. ആഭ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവതത്വം. ത്വദ്ഭക്ത വൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. ഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നു ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാം സമോധ്യാന്ധ്ര പുൽകലം പിണ്ഡമാകും, ഗാത്രമോർത്തളം കശ്മല മതിങ്കലു ലാസ്തയാ മഹോപ ശാപബന്ധവും ഛേദിച്ചാർത്തനിശാന ഭവാൻ വാഴ്കെന്നുള്ളതിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും. ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. ദേവാൻ രൂപഫലദാന തൽപരൻ ഭവാൻ, ദേവപാദങ്ങളെ പോലെ വിശേഷ പോറ്റി. വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്വാനായി രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഹനുമാൻ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അദ്വൈവചരണാമൃതം പ്രത്യക്ഷമായി വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും. നിർമ്മലനായ ഭവാനും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മഗോചരമായി ഭഗവദ്രൂപം. ത്വന്മായാ വിഡംബനരിദ്ധാമാനുഷ്യകം മന്മഥ കോടി കോടി സുവദം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖജിനാംബരധരം സീതാ സംയുക്തം സുമിത്രാത്മജനിഷേവിത പാദ പങ്കജമീലം കോമളമശന്തമനിത ഗുണം അഭിരാമം ആത്മാരാമായ
സമ്പൂർണ്ണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോ ഈ തിരുവേദി നിത്യം ചിത്തേ മുറ്റിയിടും ഭക്തരിക്കണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പൂജി വന്ദിച്ചു കോപി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും രാഘവൻ ചെയ്തു നിത്യവും ഉപാസനാ ശുദ്ധമായി ഒരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാൻ വന്നു സന്തതം എന്നെ തന്നെ ശരണം പ്രവർത്തിച്ചു മന്ത്രോപാസകന്മാരെ നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരാകുന്ന ഭക്തന്മാർക്കെല്ലാം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊൽകൃതമേ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം വിശേഷിത്തും സത്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും അല്പവും അതിനെന്ത് സംശയം താപസോത്തമ ഭവാനെന്ന സിദ്ധിക്കുമൂലം പ്രാപിക്കുമല്ലോ സായുജ്യം നേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്താതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ട് അത്യാഗ്രഹം എത്രയും ഉണ്ടടുത്തത് അഗസ്ത്യാശ്രമം യുദ്ധം രാമൂർത്തി കേട്ടു ചൊല്ലിനാൻ സുദേഷ്മനും അസ്തുതേ ഭദ്രം അത് തോന്നിയത് അസ്തുതേ ഭദ്രം അത് തോന്നിയതറിഞ്ഞു ഞാൻ കാട്ടുവേന അടുത്ത നാൾ വടനീവസിക്കണമേ ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോൾ കാണാമല്ലോ യുദ്ധമാനന്ദം രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം ശീഘ്രം പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയിച്ചെന്നു രാമനാഗസ്ത്യാമിതാശ്വമേധവം വന്നു സൽക്കാരം ചെയ്താഗസ്ത്യ സഹജൻ വനഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യ സലാം ചെയ്തിരുന്നു ശേഷം അഗസ്ത്യ സന്ദർശനം പാനുമാപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടവും സർവത്തും ഫലകുസുമാദ്യ പാദ ഫലദാ സംവൃതം നാനാ മൃഗസംഖ്യ നിഷേധിതം നാനാ പക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം കനനം ജാതി വൈരം നന്ദന സമാനം ദാനാഢ്യം വേദ അധ്വൻ നന്ദന സമാനം വേദധ്വനിമട്ടിതം അനുഭവം ബ്രഹ്മർഷി പ്രവരന്മാരാമരമുകളും സമ്മോദം പൊതുവാഴും നിതരങ്ങൾ സംഖ്യയില്ലാത്തോളം ഓരോരോ നല്ല സംഖ്യവസ്തുക്കളും ഉണ്ടറ്റമില്ലാതെ ബ്രഹ്മലോകവും ഇതിനോട് ബ്രഹ്മജ്ഞന്മാരായി തോറും ആശ്ചര്യം ഓരോന്നിവ കണ്ടവരും ആശ്രമത്തിനു പുറത്തെടുത്തു വിഷമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുദേഷ്മൻ തന്നോടിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുദ്രനോട് ആഗതനായ
ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ ആശ്രമം ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദവിത്യുക്താ സത്വരം ഗത്വാചാര്യമന്ദിരം നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യാ തത്പരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യമാത്മാരം ആരൂഢനിനെ തനാദവത്തോടും ആരാൾ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രാമനാശരവി സോദരനോട് പുറത്തു നിൻ തൃക്കഴലിനകണ്ടു മുമ്പേ തന്നകത്താം പുനരെങ്കിലും മരുൾ ചെയ്ത ഭക്തം ദേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രമേ ഹൃദയസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നേടുന്നു ഞാൻ സദാകാലം രാമരൂപം രാമ രാമേതി ശ്യാമളം സർവസുമുക്തായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്താത്യന്തവയ്യാമരോടും നിജശിക്ഷ സഞ്ജയത്തോടും ഗത്വാരുൾ ചെയ്ത ഭദ്രം തേ നിരന്തരമസ്തു സന്തതം ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രമേദിഷ്ട്യാ ചിരവത്യൈവ സമാഗമം യോഗ്യനായിരിപ്പൂരിഷ്ടാതിരി ഫലപൂർണത്വേനായിരു ഭവാൻ അദ്യവാസരം മമ സഫലമത്രയല്ലമത്തപസ്സാഫല്യവും വന്ദിതു ജഗത്പദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവം നേത്രകീലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സശ്രമം ജഗാമഹൃഷ്ടാത്മനാ മുനി ശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശ്വരം പാദ്യാധ്യാസനമധുവർക്കമുഖ്യങ്ങളുമാപാദ്യ സംഭൂജ്യ സുഖമായുപവിഷ്ടം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു തന്നെ തപോധനേകാന്തേ ഞാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാദയാനിതേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ
ആനന്ദ സ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്ന് ഉണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സു ഉണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാൻ ഉണ്ടായിതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യക്യോനി ജാതികൾ ബഹു സ്ഥാവര ജംഗമൗക പൂർണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ വേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെ നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും
ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷ കാരണമെന്നു വേദന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈക്ഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സംന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമതമ സാധനയുക്തന്മാരായി സാധുക്കളവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവത്കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സഫലമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും ഉര ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാൽ നാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യെന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വേതത് സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്യുതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടു എഴുന്നള്ളിയിടും നേരം.
ഓം രാമം പൂർവതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്വിരാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമായണ പാരായണത്തിന്റെ 10ാം ദിവസമായ ഇന്ന് ആരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. ഭക്തന്മാരെല്ലാം വളരെ ഭംഗിയായി പാരായണം ചെയ്തു. ഇനി ശ്രീരാമദേവനോടും സീതാദേവിയോടും കൂടി ആ കാനനത്തിലൂടെ അല്പനേരം നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. ശ്രീരാമൻ ദേവനും സീതാദേവിയും ലക്ഷ്മണ സഹോദരനും കൂടി അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ സുഖമായി ഒരു ദിവസം താമസിച്ചു. മഹാരണ്യ പ്രവേശനം. പിറ്റേന്ന് അതിരാവിലെ തന്നെ മുനിയോട് യാത്രയും ചൊല്ലി ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനുള്ള ആശീർവാദം അനുഗ്രഹവും വാങ്ങിച്ചു. അങ്ങനെ അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാനായി ശിഷ്യന്മാരെ കൂടെ അയച്ചു തരണമെന്നും അഭ്യർത്ഥിച്ചു. ഇത് കേട്ട മഹർഷി കൗതുകത്തോടെ പറയുകയാണ്, എല്ലാവർക്കും നേർവഴി കാട്ടിക്കൊടുക്കുന്ന അങ്ങേക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ ആരാണുള്ളത്? എങ്കിലും ലോകനീതി അനുസരിച്ച് എന്റെ ശിഷ്യന്മാർ അങ്ങേക്ക് വഴി കാട്ടിത്തരും. അങ്ങനെ ശിഷ്യന്മാരും മുനിയും ശ്രീരാമചന്ദ്രന്മാരും ലക്ഷ്മണനും സീതയും കൂടി അല്പനേരം കാനനത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഏറെ ദൂരം നടന്നൊരു നദിയും കടന്ന് അവർ ഉഗ്രമായ കാനനത്തിലേക്ക് കടന്നു. ഘോരവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്രൂരമൃഗങ്ങളും ഭീകര രാക്ഷസന്മാരും ഘോര സർപ്പങ്ങളും ഉള്ള കൊടുങ്കാട് അമ്പുവെല്ലുമെല്ലാം സജ്ജീകരിച്ച് ഒരു യോജന താണ്ടിയപ്പോൾ ജലപുഷ്പങ്ങളോടുകൂടിയ നിർമ്മലമായ ഒരു നദീതടം കാണായി. അവിടെ നിന്നും ദാഹം ശമിപ്പിച്ച് ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. വിരാധവധം. ആ സമയത്ത് പൊക്കം കൂടിയ ഒരു ഭീകര സത്വം ഘോര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മരങ്ങളെല്ലാം ഇളക്കിമറിച്ച് വരുന്നത് കണ്ടു. വായും ഘോരദംശങ്ങളോട് കൂടിയ വായും ചുവന്ന കണ്ണുകളും ഇടതൂർന്ന അദ്ദേഹത്തിന്റെ തോളിൽ ഒരു ചേർത്ത് പിടിച്ചിട്ടുള്ള ശൂലത്തിൽ കടുവ, സിംഹം, പോത്ത്, പന്നി, ആന, മാൻ തുടങ്ങിയ കാട്ടുജന്തുക്കളും നിലവിളിക്കുന്ന മനുഷ്യരും അങ്ങനെ പച്ച ഇറച്ചി കടിച്ചു തിന്നുകൊണ്ട് അലറി വിളിച്ചു വരുന്ന ആ ഭീകരസത്വം ശ്രീരാമചന്ദ്രന്മാരുടെ സീതാദേവിയുടെയും അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അടുത്തെത്തി മുനിമാരോട് കണ്ടപ്പോൾ മുനിമാർ, നിങ്ങൾ ആരാണ് ഈ മുനിമാർ ഇത്തരം ഒരു കാട്ടിൽ ഇങ്ങനെ മരൂരിയെല്ലാം ധരിച്ച് മുനിവേഷം കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുകയും അവരുടെ കൂടെ ഒരു സുന്ദരിയും കൂടി ഉണ്ടല്ലോ എന്ന സത്വം ഇങ്ങനെ വിളിച്ചു പറയാണ്. ഇതെല്ലാം കേട്ട് ശ്രീരാമചന്ദ്രൻ മന്ദഹാസത്തോടു കൂടി പറഞ്ഞു, എന്റെ പേര് രാമൻ എന്നാണ്. ഇവൾ എന്റെ ഭാര്യ സീത, ഇവൻ എന്റെ അനിയൻ ലക്ഷ്മണൻ. പിതാവിന്റെ ആജ്ഞയനുസരിച്ച് ഈ വിധമുള്ള രാക്ഷസന്മാരെ ശിക്ഷിച്ച് 3 ലോകങ്ങളെയും രക്ഷിപ്പാനായി വനത്തിൽ പ്രവേശിച്ചതാണ് ഞങ്ങള്. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വായും പിളർന്ന് ഒരു വൻമരം പിഴുതെടുത്ത് കരുത്തനായ വിരാധൻ ആണ് ഞാൻ. എന്നെ അറിയാത്തവർ ലോകത്താരുണ്ട്? അങ്ങനെ സീതാദേവിയുടെ അടുത്തേക്ക് പാഞ്ഞടുത്ത ആ രാക്ഷസനെ ശ്രീരാമദേവൻ അമ്പെയ്ത് കൈകാലുകൾ ശിരസ്സും ഛേദിച്ചു. ഈ സമയം ദേവദുന്ദുഭികൾ ആനന്ദ നൃത്തം ചെയ്തു. ആ സമയത്ത് വിരാധനിൽ നിന്ന് ഉയർന്ന ഒരു സുന്ദര രൂപം ആകാശമാർഗത്തിൽ പ്രത്യക്ഷമായി. ആ രൂപം ഇങ്ങനെ
പറയുന്നുണ്ടായിരുന്നു. ഞാൻ വിദ്യാധരൻ എന്ന ലോകാഭിരാമനായ ശ്രീരാമനെ സ്തുതിക്കുവാനും തുടങ്ങി. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ അഹങ്കാരിയായ രാക്ഷസനായി തീർന്നതാണെന്നും അങ്ങയുടെ മഹത്വം കൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടിയെന്നും പറഞ്ഞു. മനസ്സുകൊണ്ട് ശ്രീരാമനെ ചിന്തിക്കാൻ ഇടയാക്കണമെന്നും കൈകൾ കൊണ്ട് പാദങ്ങളിൽ അർച്ചന നടത്താൻ കഴിയണമെന്നും അങ്ങനെ ഏതാനും ആവശ്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു. ശ്രീരാമചന്ദ്രൻ എല്ലാം അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് മുക്തി നൽകി. ഇഷ്ടപൂർത്തി നേടിയ വിദ്യാധരൻ സ്വർലോകത്തേക്ക് യാത്രയായി. ഈ കഥ കേൾക്കുന്ന മനുഷ്യന് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ കഴിയുമെന്നാണ് പുരാണ കഥകൾ പറയുന്നത്. പുരാണ കഥകളെല്ലാം തന്നെ ഓരോ ഗുണപാഠങ്ങളാണ്. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഐശ്വര്യപൂർണമായ ശരഭംഗ ആശ്രമത്തിലെത്തി. ലോകനാഥനായ ഭഗവാനെ നേരിൽ കണ്ട മഹർഷി ഭക്തിപൂർവം ഫലമൂലാദികൾ നൽകി അവരെ ആദരിച്ചു. സീതാദേവിയോടൊത്ത് അങ്ങയെ കാണണമെന്ന ആശയോടെ ഏറെ നാളായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. തപസ്സുകൊണ്ട് നേടിയ പുണ്യമെല്ലാം മനുഷ്യനായി അവതരിപ്പിച്ച അങ്ങേക്ക് സമർപ്പിക്കാനും എന്നിട്ട് ആനന്ദത്തോടെ ഈ ലോകത്തോട് വിട പറയാനും കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി സകല ബന്ധങ്ങളും വേർപിടിഞ്ഞു ഞാനിതാ മുക്തിപദം പോകുന്നു. പ്രസന്നഭാവത്തിൽ സീതാദേവിയോടൊത്തിരിക്കുന്ന ശ്രീരാമനെ കണ്ടുകൊണ്ട് തന്നെ സ്വശരീരം യാഗാഗ്നി ദഹിപ്പിച്ച് ആ താപസശ്രേഷ്ഠനും ബ്രഹ്മപദം പോയി. ഈ നേരത്ത് ആകാശത്ത് വിമാനങ്ങൾ നിരന്നു നിന്നു. ദേവതമാർ പൂമഴ ചൊരിഞ്ഞു. ഇന്ദ്രൻ മഹർഷിയുടെ പാദങ്ങളിൽ വണങ്ങി. ശ്രീരാമലക്ഷ്മണന്മാരും സീതാദേവിയും താപസശ്രേഷ്ഠന്റെ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ കണ്ടുനിന്നു. അങ്ങനെ ഇന്ദ്രൻ ആദികൾ അല്പനേരം അവിടെ കഴിച്ച് സ്വർലോകത്തേക്ക് മടങ്ങിപ്പോയി. മുനിമണ്ഡല സമാഗമം. ദണ്ഡക വനവാസികളായ മഹർഷിമാർ സൂര്യവംശജാതനായ ജഗന്നാഥനെ കണ്ട് വന്ദിക്കാനായി അവിടെ എത്തി. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും മഹർഷിമാരെ നമസ്കരിച്ചു. ബ്രഹ്മാവിന്റെ അപേക്ഷപ്രകാരം ഭൂഭാരം കളയാനായി സൂര്യവംശത്തിൽ വന്ന് അവതരിച്ച ശ്രീരാമചന്ദ്രന്റെ അവതാര ലക്ഷ്യം അവർക്ക് മുൻപേ അറിയാമായിരുന്നു. അഭിഷേകം മുടങ്ങിയത് അയോധ്യാവാസികൾക്ക് അല്പം ദുഃഖത്തിനിടയാക്കിയാലും അവർ സാധാരണ മനുഷ്യരാണ്, അവർക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷേ മുനിമാർക്ക് ത്രിലോകജ്ഞാനികളാണ്, അവർക്ക് ഇതൊക്കെ നേരത്തെ കാണാൻ പറ്റുമായിരുന്നു. ഈ മുനിമാർ കൂട്ടത്തോടെ താമസിക്കുന്ന ആശ്രമങ്ങൾ സന്ദർശിക്കാൻ ശ്രീരാമചന്ദ്രനോട് അവർ ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. മുനിവരന്മാരോടൊപ്പം സന്ദർശിച്ച ശ്രീരാമചന്ദ്രൻ പല പല പർണശാലകൾ കണ്ടു. അവയുടെ സമീപത്തായി തലയോട്ടികളും അസ്ഥിക്കൂട്ടങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ടു. രാക്ഷസന്മാർ മുനിമാരെ നിർദാക്ഷിണ്യം പിടികൂടി ഭക്ഷിക്കുന്നതിനാൽ ആ പ്രദേശത്ത് അസ്ഥിക്കൂടങ്ങൾ കൂടിക്കിടക്കുന്നതായി അവർ ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. നിർദ്ധയരായ ദുഷ്ടരാക്ഷസന്മാരെ ഒന്നൊഴിയാതെ ഞാൻ വധിക്കുമെന്നും താപസന്മാർ സന്തോഷപൂർവ്വം യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചു കൊള്ളട്ടെ എന്നും ശ്രീരാമചന്ദ്രൻ അവർക്ക് വാക്കുകൊടുത്തു. സത്യപരാക്രമനായ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ശപഥം ചെയ്ത് വനവാസികളായ മഹർഷിമാരുടെ ആതിഥ്യം സ്വീകരിച്ച് സീതാ ലക്ഷ്മണന്മാരോടൊപ്പം 13 വർഷക്കാലം അവിടെ കഴിച്ചുകൂട്ടി. സുധീഷ്ണ ആശ്രമ പ്രവേശം. അക്കാലത്ത് ശ്രീരാമചന്ദ്രൻ വിഖ്യാതമായ മനോഹരവുമായ സുധീഷ്ണാശ്രമം കണ്ടു. എല്ലാ ഋതുക്കളുടെയും ഗുണഗണങ്ങൾ ഒന്നിച്ചിണങ്ങിയതായിരുന്നു ആ പ്രദേശം. ശ്രീരാമചന്ദ്രൻ അനുജനോടും സീതയോടുമൊത്ത് വന്നതറിഞ്ഞ അഗസ്ത്യ ശിഷ്യനായ സുധീഷ്ണൻ സ്നേഹാദരങ്ങളോടെ അവരെ എതിരേറ്റു. അദ്ദേഹം നിരന്തരം ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിന് ഭക്തരുടെ ഭൃത്യന്മാരുടെ ഭൃത്യനാവാൻ എന്നെ അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ നിത്യജീവിതത്തിൽ നിന്ന് ഒരുപാട് മോഹബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന ഈ മനുഷ്യരെ അതിൽ നിന്നെല്ലാം ഒന്ന് ഛേദിച്ച് മുക്തി ലഭ്യമാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുകയാണ്. സദാ ശ്രീരാമനാമം മാത്രം ജപിക്കാൻ കഴിയണമെന്ന വരം മാത്രമാണ് സുധീഷ്ണമുനി ആവശ്യപ്പെട്ടത്. നിത്യവും ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുന്ന മുനിയുടെ മനസ്സ് ശുദ്ധമായതറിഞ്ഞാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് ശ്രീരാമചന്ദ്രൻ
മുനിയെ അറിയിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ രാമമന്ത്രം മാത്രം മതി ഭക്തർക്ക് മുക്തി ലഭിക്കാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ത്രിമൂർത്തികളായി ഭിന്നമായി അങ്ങനെ അങ്ങയെ അജ്ഞാനികൾ കാണുന്നു. അതിന്റെ ആവശ്യമില്ല. ഓരോ ജലാശയങ്ങളിലും സൂര്യൻ വെവ്വേറെ കാണുന്നത് പോലാണത്. സൂര്യബിംബം ഒന്നേ ഉള്ളൂ. പക്ഷേ സമുദ്രത്തിലെ സൂര്യനെ കാണാം, തടാകത്തിലെ സൂര്യനെ കാണാം, കടലിലെ സൂര്യനെ കാണാം. എന്നാൽ ഇവ എല്ലാം ഒന്ന് തന്നെയാണ്. ഇങ്ങനെ അവരുടെ സംഭാഷണങ്ങൾ ധാരാളം ഈ ഭാഗത്ത് കാണാൻ കഴിയും. അങ്ങനെ സുധീഷ്ണ മുനിയോട് ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം പറയാണ്. എനിക്ക് അഗസ്ത്യ മഹർഷിയെ ഒന്ന് കാണണം, ഒന്ന് വണങ്ങണം. അങ്ങനെ സുധീഷ്ണൻ അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് പോയിട്ട് ഇവർക്ക് അങ്ങോട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒക്കെ വന്ന വിവരം അറിയിക്കുകയാണ്. ഇതറിഞ്ഞ അഗസ്ത്യമുനി അദ്ദേഹത്തോട് അവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അഗസ്ത്യ സന്ദർശനം. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കൾ, ആ വനത്തിന്റെ ഭംഗി തന്നെ ഒന്ന് വേറെയാണ്. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കൾ, പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, നാനാ ജന്തുക്കൾ, ജന്മവൈരം വെടിഞ്ഞ് മൃഗങ്ങൾ സഹവർത്തിക്കുന്ന ഒരു സ്ഥലം. അതായത് കീരിയും പാമ്പും പോലും വളരെ സഹവാസത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശം. നിരവധി പണ്ഡിതന്മാരും ബ്രഹ്മജ്ഞാനികളും അവിടെ വസിച്ചു പോരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മലോകം പോലും ആ ആശ്രമത്തിന് തുല്യമാവില്ല. അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. ശ്രീരാമചന്ദ്രൻ സഹോദരനോടും സീതാദേവിയോടും എത്തിയ വിവരം അറിഞ്ഞ അഗസ്ത്യമുനി അവയെ അങ്ങോട്ട് ആനയിച്ചു. ശ്രീരാമദേവനെ കണ്ട മുനി ഗാഢാശ്ലേഷണം ചെയ്തു. ശ്രീരാമദേവന്റെ ആലിംഗനത്താൽ പരമാനന്ദത്താൽ മുഴുകി വന്യഭോജ്യങ്ങൾ നൽകി ഇപ്രകാരം പറഞ്ഞു. പണ്ട് പാൽക്കടൽ തീരത്ത് വെച്ച് ബ്രഹ്മാവിനോടും ദേവന്മാരോടുമായി അങ്ങ് അരുളി ചെയ്തുവല്ലോ, ഘോരനായ രാവണനെ വധിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുമെന്ന്. അന്നു മുതൽ അങ്ങയുടെ തിരുവല്ലൽ ദർശിക്കുന്നതിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തൃപാദങ്ങളെ ധ്യാനിച്ച് ഞാൻ ഇവിടെ വസിക്കുകയാണ്. ഇങ്ങനെ അഗസ്ത്യ മഹർഷി ധാരാളം കാര്യങ്ങൾ ഇവരുമായിട്ട്, അതായത് ഭൂലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലോക തത്വങ്ങളെല്ലാം ധാരാളം ഇവിടെ വിവരിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അങ്ങ് എപ്പോഴും സീതാദേവിയോടൊത്ത് എന്റെ ഹൃദയത്തിൽ വസിച്ചാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം അങ്ങയുടെ രൂപം തെളിഞ്ഞു കാണാൻ കഴിയണമെന്ന് ശ്രീരാമനോട് അഗസ്ത്യമുനി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഭക്തിപൂർവ്വം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച ശേഷം അഗസ്ത്യമുനി പണ്ട് ദേവേന്ദ്രൻ തന്നെ ഏൽപ്പിച്ച വില്ലും അമ്പും ആവനാഴിയും വാളും ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു. രാജാവേ, ഭൂമിക്ക് ഭാരമായിട്ടുള്ള രാക്ഷസ വംശത്തെ ഇനി നീ വൈകാതെ നശിപ്പിക്കണം. സാക്ഷാൽ മഹാവിഷ്ണുവായ നീ മായാദേവിയോടൊത്ത് മനുഷ്യനായി അവതരിച്ച് രാക്ഷസവധത്തിനു വേണ്ടിയാണ്. ശ്രീരാമന്റെ അവതാര ലക്ഷ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മുനി. ഇവിടെ നിന്നും 2 യോജന പോയാൽ പുണ്യഭൂമിയായ പഞ്ചവടി കാണാം. അവിടെ ഗൗതമി തീരത്ത് ഒരു പർണശാലയുണ്ടാക്കി സീതയോടൊത്ത് ശേഷിച്ച കാലം സുഖമായി വസിക്കുക. അവിടെ കഴിഞ്ഞുകൊണ്ട് വേഗത്തിൽ തന്നെ ദേവകാര്യങ്ങൾ സാധിക്കുക. അതായത് രാക്ഷസ നിഗ്രഹം തന്നെ. അങ്ങനെ ഇത്രയും പറഞ്ഞ് അഗസ്ത്യമുനി ഇവർക്ക് യാത്രാനുമതി നൽകി. അഗസ്ത്യമുനിയുടെ സ്തുതിവചനങ്ങളും തത്വർത്ഥങ്ങളായ സുഭാഷിതങ്ങളും കേട്ട ശ്രീരാമചന്ദ്രൻ ചാപബാണാദികൾ താഴെ വെച്ച് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു. സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും കൂടി അവിടെ നിന്നും യാത്രയാവുന്നു. വഴിമധ്യേ പർവ്വതത്തിന്റെ കൊടുമുടിയോളം വലിപ്പമുള്ള പക്ഷിപ്രവരനായ വൃദ്ധനുമായ ജടായുവിനെ കാണുന്നു. ശേഷം ജടായു സംഗമം നാളെ കേൾക്കാം. എല്ലാ യോഗബന്ധുക്കൾക്കും രാമായണ മാസ ആശംസകൾ അർപ്പിക്കുന്നു. എനിക്കിതിന് അവസരം തന്ന ഗിരിജാക്കയ്ക്കും SPYSSനും പ്രത്യേകം നന്ദി. നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. അങ്ങനെ നമ്മുടെ 10ാമത്തെ ദിവസം ഇന്ന് ഭക്തിസാന്ദ്രമായ നമ്മുടെ രാമായണ പാരായണം ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പാരായണം നടത്തിയ ദീനക്ക, തിലകവക്ക, നവമണിയക്ക, സുധാകുറുപ്പക്ക, ഗീതാപിഷാരക്ക. ഗീതാപിഷാരക്കയ്ക്ക് നെറ്റ് തടസ്സം ഉണ്ടായപ്പോൾ നമ്മുടെ രമാനായരക്ക സമർപ്പോചിതമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആലപിച്ചു. എല്ലാവരും നല്ല മനോഹരമായിട്ട് ആലപിച്ചു. എല്ലാവർക്കും നമ്മുടെ സമിതിയുടെ പേരിൽ, നമ്മുടെ എല്ലാവരുടെയും പേരില് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇന്ന് വളരെ ഭംഗിയായി സമയനിഷ്ഠയോടെ തന്നെ ഓരോ ഭാഗം വേർതിരിച്ച് തന്നെ ഇതിന് സാരാംശം നൽകിയ നമ്മുടെ വത്സല ബാലകൃഷ്ണനക്ക, പിന്നെ ഗിരിജയക്ക, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഗിരിജയക്ക, പിന്നെ നമ്മുടെ സുനേനക്ക, സാങ്കേതിക കാര്യങ്ങൾ നിർവഹിച്ച സുനേനക്ക, പിന്നെ നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും നമ്മുടെ സമിതിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും അത്യന്തം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരി ഓം. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നിവർന്നിരിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം.